ചേട്ടാ, കേരളത്തില് NSS SNDP ഐക്യം പൊളിഞ്ഞു പോയതിന്റെ കഥകളെല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, കുറച്ച് നാളുകളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ചില പ്രസ്താവനകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്ന പ്രസ്താവനകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമില്ലേ? കാരണം കേരളത്തിലെ ഈഴവർ എത്രത്തോളം പ്രാതിനിധ്യം മറ്റ് പാർട്ടികളിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലും പ്രാതിനിധ്യം കൊടുക്കുന്നത് CPM ആണ് എന്ന് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറയുകയല്ലേ? തീർച്ചയായിട്ടും രാഹുലെ, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള വരികൾക്കിടയിൽ അദ്ദേഹം ഒളിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവ് എങ്ങനെയാണ് ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു നേതാവായി തീർന്നത് എന്ന് ചോദിച്ചാൽ, SNDP കമ്മ്യൂണിറ്റിക്ക് ഒരു നാഥനുണ്ട്, അത് താനാണ് എന്ന് അദ്ദേഹം, ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയല്ല, അദ്ദേഹം എന്നാണ് ഈ പറയുന്ന SNDP സമുദായത്തിൻ്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം എന്നാ വന്നത്? പ്രസിഡന്റ്, അദ്ദേഹം സെക്രട്ടറി അല്ലേ? SNDP യോഗത്തിന്റെ തലപ്പത്ത് നമ്മൾ പറയുന്നത് പ്രസിഡന്റ് ആയാലും സെക്രട്ടറി, നമുക്ക് ഇതിനെക്കുറിച്ച് ഈ പറയുന്ന SNDP യോഗവുമായി നമുക്ക് വലിയ ബന്ധമില്ലാത്തതുകൊണ്ടാണ് അവിടെ ഒരു തെറ്റ് വരുന്നത്. അത് തെറ്റാണെങ്കിൽ തിരുത്തുക, ക്ഷമിക്കുക. അപ്പോൾ അദ്ദേഹം തലപ്പത്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശ്രമം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയെ മുകളിലേക്ക് കൊണ്ടുവരിക, അതിന്റെ ഉന്നമനം എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാഹുൽ പറഞ്ഞതിലേക്ക് തന്നെ വരാം. അദ്ദേഹം ഈ വരികൾക്കിടയിൽ ഒളിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ വരും, ഭരണത്തിലേക്ക് തിരിച്ചു വരും. അദ്ദേഹം ഈ പറയുന്ന മുസ്ലിം പരാമർശം നടത്തുന്നതും ഏത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്? അദ്ദേഹം പറയുന്ന SNDP കമ്മ്യൂണിറ്റിക്ക് സ്കൂൾ കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ആ സമുദായത്തിൽ തന്നെയുള്ള അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന നേതാക്കൾ പറയുമ്പോഴും അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ അത് എടുത്തു പറയണം. അതായത് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ലിസ്റ്റ് ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ഇന്നാരൊക്കെ ആവുമെന്ന്. രാഹുൽ ശ്രദ്ധിച്ചോ? അതിൽ എത്ര തലപ്പൊക്കമുള്ള ഈഴവ കമ്മ്യൂണിറ്റിയിലെ നേതാക്കളുടെ പേര് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഉള്ളതായിട്ട് കണ്ടോ? അല്ല, കഴിഞ്ഞ ദിവസത്തെ ആ ലിസ്റ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു ലിസ്റ്റും പുറത്തു വിട്ടിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് ഈഴവർക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് നമുക്കതിൽ ഒരു ലിസ്റ്റ് വരാതെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുത്തു തന്നെയാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ പോസ്റ്റുകളാണെങ്കിൽ പോലും, കീ പോസ്റ്റുകളാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടി എപ്പോഴും ഒരു മതസന്തുലനം പലപ്പോഴും ശ്രമിക്കുന്ന പാർട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിന് കൊടുക്കും, ഈഴവർക്ക് കൊടുക്കും, ഇതെല്ലാം നോക്കിയാണ് പാർട്ടി ഇപ്പോൾ ഈ ഒരു ഗതിയായത് എന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. രാഹുൽ, അതിനെ ഞാൻ ഖണ്ഡിക്കും. അതായത് നിങ്ങൾ പറഞ്ഞ ആ കാര്യം സംഭവിച്ചു. ലീഗ് എന്ന് പറയുന്ന പാർട്ടി, അത് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ പോലെ അവർ വളരെ കൃത്യമായി വർക്ക് ചെയ്ത് അവരുടെ വോട്ട് കിട്ടുന്ന അവർ നിർത്തിയാൽ, ഇപ്പോൾ കോഴിക്കോട് പോട്ടെ, മലപ്പുറം, ഈ ഏരിയയിലൊക്കെ, വയനാട്, ഇവിടെയൊക്കെ അവരുടെ സ്ഥാനാർത്ഥി നിർത്തിയാൽ അവർ CPM എങ്ങനെയാണ്? CPM ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കുന്നുണ്ട്, അവരുടെ വർക്ക് അങ്ങനെയാണ്. അതുപോലെ കൃത്യമായി ജയിക്കുന്നവരാണ്. അപ്പോൾ ലീഗിന് കൊടുക്കുന്ന പ്രാധാന്യം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു SNDP കമ്മ്യൂണിറ്റി കൊടുക്കുന്നില്ല. അവിടെ നമ്മൾ പറയേണ്ടത്, ഉമ്മൻചാണ്ടി സാർ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് ഒരു NSS വരണമെന്ന് ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ സാർ പറഞ്ഞല്ലോ. സുകുമാരൻ നായർ സാർ പറഞ്ഞപ്പോൾ അന്ന് ഇവിടെ എന്താ ചെയ്തത്? അന്ന് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ നിങ്ങൾ ആക്കിയില്ലേ, ആഭ്യന്തരമന്ത്രി ആക്കിയില്ലേ? അപ്പം വെള്ളാപ്പള്ളി നടേശൻ പറയില്ല. അതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആക്കി എന്ന് പറയുമ്പോഴും അതിന്റെ പേരിൽ ഏറ്റവും കൂടുതലും ആക്ഷേപം കിട്ടിയിട്ടുള്ള നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല തന്നെയാണ്. കഴിവ് കൊണ്ട് കിട്ടേണ്ടുന്ന ഒരു സ്ഥാനത്തെ ഒറ്റൊരു പ്രസ്താവന കൊണ്ട് അത് ഒരു വിഭാഗത്തിന്റെ മാത്രമാക്കി മാറ്റുകയല്ല എന്ന് ചെയ്തത്. അല്ല രാഹുലേ, അങ്ങനെ വിഭാഗത്തെ ആക്കി മാറ്റുകയാണെങ്കിലും ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഉദാഹരണം പറയാം. രാഹുല് ഈ നിമിഷം വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. എൻ്റെ മുമ്പ് ഇരിക്കുമ്പോൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്താണെങ്കിൽ, രാഹുലേ വാ നമുക്കൊരു ചായ കുടിക്കാൻ പോവാം, അല്ലെങ്കിൽ രാഹുലേ വാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. അതായത് താങ്കളുടെ ആവശ്യം അറിഞ്ഞ് ഞാൻ പെരുമാറണം. അതായത് UDF എന്ന് പറയുന്ന മുന്നണി എന്ന് പറയുമ്പോൾ അവിടെ അവര് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറയത്തൊന്നുമില്ല എനിക്ക് ആഭ്യന്തരമന്ത്രിയായിട്ട് സുധാകരനെ വെക്കണമെന്ന്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നത്? അദ്ദേഹം ഈ 90 വയസ്സായ അദ്ദേഹത്തിന് ഇപ്പൊ ഈ കണ്ട മാധ്യമങ്ങളെല്ലാം കളിയാക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ പറയാനറിയാം. ഒരു ബാബു തൃപ്പൂണിത്തുറ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഒരു പേര്? ലിജു മത്സരിക്കുന്ന അമ്പലപ്പുഴ, ലിജു തോറ്റു പോവും. നിങ്ങൾ ജയിക്കുന്നവരെ നിർത്തും. ഇപ്പൊ K സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കണം. അല്ല, ഏതെങ്കിലും ഒരു നേതാവ് ജയിക്കും തോക്കും എന്ന് പറഞ്ഞ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന് നിർത്താൻ കഴിയും? അവിടെ ജനങ്ങളാണ് ജയിപ്പിക്കേണ്ടത്. ജനങ്ങൾ ജയിപ്പിക്കുന്ന, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെയുള്ള നേതാക്കൾ കോൺഗ്രസിലുണ്ട്. K സുധാകരനെ കണ്ണൂര് നിങ്ങൾ നിർത്ത്. K സുധാകരൻ എന്താ വഴി കിടക്കുക? K സുധാകരൻ മതി ജയിക്കാനായിട്ട് കണ്ണൂര്. നിങ്ങൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് നിർത്ത്. കോഴിക്കോട് മതി, അദ്ദേഹം മതി, ഒരൊറ്റ ആള് മതി. നിങ്ങൾ തൃശ്ശൂർ VM സുധീരനെ നിർത്ത്. VM സുധീരൻ മതി. ഇങ്ങനെ എണ്ണം പറഞ്ഞ് എത്രയോ നല്ല നേതാക്കളുണ്ട്. അടൂർ പ്രകാശ് ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. കോന്നിയിൽ അദ്ദേഹത്തിനെ നിങ്ങൾ നിർത്ത്.
അദ്ദേഹത്തിന് എത്ര അലിഗേഷൻ വന്നാലും അദ്ദേഹം ജയിച്ചിരിക്കും. ഇവരെല്ലാം കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാക്കന്മാരാണ്. കോൺഗ്രസിൽ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെല്ലാം കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള കീ പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. എന്ത് കീ പോസ്റ്റ്? KPCC പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ. ആയിക്കോട്ടെ, അദ്ദേഹം ഇപ്പൊ MP ആണ്. അദ്ദേഹത്തിന് ഇപ്പൊ കണ്ണൂർ ഇപ്പൊ ഈ നടന്ന യാത്രയിൽ അദ്ദേഹത്തിന് വേണ്ട പരിഗണന കിട്ടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതിന് കൃത്യമായിട്ട് KC വേണുഗോപാൽ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇതുവരെ അതിന്റെ പേരിൽ കെ സുധാകരന്റെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ മര്യാദ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് തനിക്ക് ചുമ്മാ അദ്ദേഹം മത്സരിക്കും. നിങ്ങൾ കരുതുന്നുണ്ടോ? കെ സുധാകരൻ എങ്ങനെ KPCC പ്രസിഡന്റ് ആയിരുന്നു? അതൊന്ന് പറയാമോ? എങ്ങനെ അദ്ദേഹം ഏത് രീതിയിൽ അദ്ദേഹം ആയിരുന്നു? കെ സുധാകരൻ കേരളത്തിന്റെ ജനങ്ങളുടെ അത്രത്തോളം ശക്തിയുള്ള ഒരു നേതാവാണ്. ആണല്ലോ രാഹുൽ. ആ നേതാവിന്റെ പേരിലാണ് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയത്, അല്ലാതെ അത് മാത്രമല്ല ഈഴവനായത് കൊണ്ടല്ല എന്ന് കണ്ണിക്കരുത്. അതായത് ഒരു ഈഴവൻ കണ്ണൂരുകാരനായ പിണറായി വിജയൻ ഒന്നാം ടൈമിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് കെ സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കണം. അത് നിങ്ങൾ ഇല്ലെന്ന് പറയുന്നത്. അല്ല, കെ സുധാകരൻ മെറിറ്റ് ഉണ്ട്. അതെ, മെറിറ്റ് എന്താണ്? പിണറായി വിജയനെ ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കാൻ കഴിയുന്ന, പിണറായി വിജയന്റെ തട്ടകത്തിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കെ സുധാകരനാണ്. ആണല്ലോ. അദ്ദേഹത്തിന് മത്സരിപ്പിക്കണോ വേണ്ടയോ? മത്സരിപ്പിക്കണം. അപ്പോ പിണറായി വിജയന് മുഖ്യമന്ത്രി കസാര കൊടുത്ത അദ്ദേഹം ഈഴവനായതുകൊണ്ടാണോ? അല്ല, അവിടെയാണ് CPM ഈഴവൻ എന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞാലൊന്നും അവിടെ സീറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, TP രാമകൃഷ്ണൻ SNDP സമുദായത്തിലെ ആളാണ്. ഈ മുന്നണി കൺവീനർ പിണറായി വിജയൻ SNDP കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. നിങ്ങൾക്ക് എത്ര പേര് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് അങ്ങനെയല്ല, അവരറിഞ്ഞുകൊണ്ട് ഈഴവരെ നിർത്തുന്നു എന്നൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി ആ സംഭവങ്ങൾ അങ്ങ് എത്തുകയാണ്. അല്ല, ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അയാളുടെ കാഴ്ചപ്പാട് കൊണ്ട് വളർന്നു വരുന്നതാണ്. രാഹുലിന് അവിടെ തെറ്റി. എന്റെ ഇതുവരെയുള്ള പരിമിതമായ അറിവിൽ അത്തരത്തിൽ മെരിറ്റോടുകൂടിയ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിയൂ. അങ്ങനെ കഴിയൂ. അല്ലെങ്കിൽ അവർ അത്രയും അതിന് അതീതരായിട്ടുള്ളവരേക്കാം. ഇപ്പൊ ഞാൻ പറയട്ടെ, വടകര ആരെല്ലാം ജയിച്ചിരുന്ന സീറ്റ് എന്നറിയാമോ? വടകര സതീദേവി ജയിച്ചിരുന്ന സീറ്റാണ്. പഴയ നമ്മുടെ KP ഉണ്ണികൃഷ്ണൻ ജയിച്ചിരുന്ന സീറ്റാണ് കോൺഗ്രസിലെ. ഇവരെല്ലാം ജയിച്ചിരുന്ന സ്ഥലത്ത് അവരുടെ ആ വടകര സീറ്റ് ആരാ കൊണ്ടുവന്നത്? നിങ്ങൾക്കറിയാം. അത് കൊണ്ടുവന്ന ആരെന്ന് ചോദിച്ചാൽ വടകര സീറ്റ് ജയിച്ചു വന്നത് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിന്നിട്ടാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒറ്റ മിടുക്കാണ് അദ്ദേഹം ജയിച്ചത്. അപ്പൊ അതേപോലെ മെരിറ്റുള്ള നേതാക്കളുണ്ട്. നിങ്ങൾ കോഴിക്കോട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സീറ്റിൽ നിങ്ങൾ നിർത്തൂ, ആ ജില്ലയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും. കിനകോലു ഒന്നും പറഞ്ഞതൊന്നുമല്ല ഇത്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറിയില്ലെങ്കിൽ ഒരു പാർട്ടി ഇതിനകത്ത് രാഹുൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനകത്ത് പോയിന്റ് ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയാതെ പറയുന്നതിന് ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ ലിസ്റ്റ് വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ VM സുധീറിന് ഒരു സീറ്റ് തൃശ്ശൂർ ഉണ്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ വിചാരിക്കുന്ന ഇമ്പാക്ട്. നിങ്ങൾ KC വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞു. KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് ആയിക്കോട്ടെ, അവരുടെ AICC വക്താവാണ്. ഇവർ കണ്ണൂർ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് പോയെന്നറിയോ? അതായത് N രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ് കണ്ണൂർ ഒരു നേതാവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. N രാമകൃഷ്ണൻ. ഈ N രാമകൃഷ്ണനും സുധാകരനും ചെറുപ്പക്കാരനായ KC വേണുഗോപാലിന് ഇരിക്കപ്പുറത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇവിടുന്ന് ജീവനം കൊണ്ടാൻ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയതാണ്. എന്നിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ AICC തിരിച്ചു വന്നിരിക്കുന്നത്. പിന്നെ കെ സുധാകരന്റെ കാര്യം, നിങ്ങൾ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആക്കിയത് ബഹുമാനപ്പെട്ട പിണറായി വിജയനോടൊപ്പം ഈക്വൽ കട്ടയ്ക്ക് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഈ പറയുന്ന പിണറായി നിങ്ങൾ ധർമ്മടത്ത് മത്സരിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷാഫിയെ ഇറക്കുമെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത്. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. കണ്ണൂര് ബഹുമാനപ്പെട്ട കെ സുധാകരൻ ഒരു ഭയങ്കര ഇതുണ്ട്. അദ്ദേഹം നേതാവ് അത്ര ജനകീയനാണ്. അത് തീർച്ചയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് കോട്ടയുടെ കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണൂർ ടൗണിൽ അങ്ങനെയാണ് ജയിച്ചിരിക്കുന്നത്. കണ്ണൂർ ടൗണിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു ജനകീയനായ നേതാവാണ്. അപ്പൊ സുധാകരൻ അവിടെ നിങ്ങൾ നിർത്തണം. സുധാകരനെ നിർത്തിയില്ലെങ്കിൽ AICC അതിന്റെ പേരിൽ തീർത്തും. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത്രയും പാർട്ടിക്ക് അതീതമായി അത്രയും ഉണ്ട്. ഇപ്പൊ കോഴിക്കോട് ജില്ല നമ്മൾ എടുക്കുമ്പോൾ എലത്തൂർ ജയിക്കുന്നു. എലത്തൂർ ഈ പറയുന്ന ശശീന്ദ്രൻ ജയിക്കുന്നു. അത് കോൺഗ്രസ് SND അല്ലെങ്കിൽ ശശീന്ദ്രന്റെ ഈർക്കിൽ പാർട്ടിയുടെ കഴിവുണ്ടോ? CPM വോട്ടും ഉണ്ടാണ്. അപ്പൊ ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ കോഴിക്കോട് കോൺഗ്രസിന് അത്ര കണ്ടൊരു ഭയങ്കര ഇതുണ്ടായിട്ടുണ്ട്. 13 സീറ്റിൽ 6 സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ തലപ്പൊക്കമുള്ളൊരു നേതാവിനെ നിങ്ങൾ മുന്നിൽ നിർത്തണം. തൃശ്ശൂര് ഈ പറയുന്ന VM സുധീരനെ നിങ്ങൾ നിർത്തണം. ഞാൻ ചോദിക്കട്ടെ, അരുവിക്കര ഹസൻ മത്സരിക്കാമെങ്കിൽ ഇവർക്കൊക്കെ മത്സരിച്ചു ഹസൻ എത്ര വയസ്സായെന്നറിയൂ? പക്ഷെ ഇത് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടല്ലോ സീറ്റ് നമുക്ക് പറയാം. അല്ല, നമുക്ക് നമ്മുടെ ആശയങ്ങൾ പറയാം. പക്ഷെ ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഓരോ അടിസ്ഥാനങ്ങളും ഓരോ അടിസ്ഥാനവും രാഹുലെ
നമ്മൾ കാണുന്നതോ നമ്മൾ പഠിച്ചിട്ടുള്ളതോ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതോ പൊളിറ്റിക്സിൽ ഇതെല്ലാം ഉണ്ട്. അതെ 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 ജാതിയുണ്ട്, മതമുണ്ട്, എല്ലാം രാഷ്ട്രീയപരമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവിടെ എത്ര SNDP വോട്ടുകളുണ്ട്, അവിടെ എത്ര NSSന്റെ വോട്ടുകളുണ്ട്, അവിടെ എത്ര മുസ്ലിമിന്റെ വോട്ടുകളുണ്ട്, എത്ര ക്രിസ്ത്യാനിയുടെ വോട്ടുണ്ട് എന്ന് നോക്കി തന്നെയാണ് എപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം പിന്നീട് മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ വെക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. വിജയ സാധ്യതയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ച് മുഴുവനായിട്ടും പാർട്ടി നോക്കുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, വിജയ സാധ്യത നിങ്ങൾക്കൊരു തോന്നല്ലേ ഈ പറയുന്ന ആൾക്കാരെ മത്സരിച്ചാൽ ജയിക്കുമല്ലോ നിങ്ങൾ തോന്നുന്നുണ്ടോ? എനിക്ക് എന്റെ ഇത്രയും നാളത്തെ എന്റെ ഈ വയസ്സിനിടയിൽ ഞാൻ വായിച്ചിട്ടുള്ള, ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഇവരാരും മോശക്കാരല്ല. അല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യുവതലമുറ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്നും പഴയ തലമുറയിലെ ഇന്ന നേതാവ് മത്സരിച്ചാൽ മാത്രമേ വിജയിക്കൂ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും UDF ഇന്നേ വരെ പിടിക്കാൻ കഴിയാത്ത സീറ്റുകൾ പിടിച്ചെടുത്തുള്ളത് യുവാക്കളാണ്. ശരി, സമ്മതിച്ചു, യുവാക്കളാണ്. നിങ്ങൾ എങ്ങനെ പിന്നെ ഈ പറയുന്ന ചെങ്ങന്നൂര് വിഷ്ണു അവിടെ ഉണ്ടായിരുന്ന വിഷ്ണുവിനെ ഇവിടെ കരുനാപ്പള്ളി കൊണ്ടുവന്ന് നിർത്തിയല്ലോ. വിഷ്ണു കുണ്ട്ര കൊണ്ട് നിർത്തിയല്ലോ. ഈ കുണ്ട്ര വന്ന വിഷ്ണു കഴിവുണ്ടായിരുന്നെങ്കിൽ അവിടെ ജയിക്കാത്തത്. അപ്പൊ അങ്ങനെ നമ്മൾ നേതാക്കളാ ഈ ചെറുപ്പക്കാർക്ക് മാത്രമേ സീറ്റ് കൊടുക്കാവുള്ളൂ അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, നമ്മൾ പറയുന്ന എക്സ്പീരിയൻസിന് ഒരു ഭയങ്കര ഘടകമുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവിടെ മറ്റൊരു തെറ്റിദ്ധാരണ. നമ്മൾ ജെൻസി കാലഘട്ടത്തെ കുറിച്ച് ശരി, പുതിയ തലമുറ ജെൻസി നിങ്ങൾ പറയുന്നു. KSUവിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പേരെന്താ? അലോഷ്യസ് സേവ്യറിനെ നിങ്ങൾ എവിടെ നിർത്തിയാ ജയിക്കും എന്നാ പറയുന്നത്? ഞാൻ മോശക്കാരനായിട്ട് പറഞ്ഞില്ല, അലോഷ്യസ് സേവ്യറിനെ മോശക്കാരനെന്ന് പറയില്ല, ഞാൻ ബൽറാമിനെ മോശം എന്ന് പറയില്ല. പക്ഷേ ചേരുംപടി ചേർക്കത്തക്ക രീതിയിൽ നിങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, അല്ല, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച യുവാക്കളെ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ മണ്ഡലങ്ങളിൽ സജീവമായിട്ട് ത്രിതല പഞ്ചായത്ത് ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ബൽറാം കഴിഞ്ഞ തവണ ആരോടെയാണ് തോറ്റത്? MP രാജേഷിനോട് തന്നെയല്ലോ. അപ്പൊ ബൽറാം കഴിവുകെട്ട ആളെന്ന് ഞാൻ പറയാം. ബൽറാം നല്ല ചെറുപ്പക്കാരനാണ്, വളരെ വൈബ്രന്റ്. ബൽറാമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് അദ്ദേഹം AKGയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ കൃത്യമായിട്ട് CPM പോലൊരു സ്ഥലത്ത് ഉണ്ടായ ഒരു ചെറിയ വിഷയമാണ്. തൃത്താലയിലാണ് അദ്ദേഹം തോറ്റുപോയത്. ശരി, പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു 29% വോട്ടാണ് SNDPക്കുള്ളത്. അതിൽ 10-15% BJPയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇനി ഭരണത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈഴവ വോട്ടുകളിൽ ഏറ്റവും കൂടുതലും എല്ലാ കാലത്തും കിട്ടിക്കൊണ്ടിരുന്നത് CPM പാർട്ടിക്ക് തന്നെയാണ്. മാറ്റം വന്നിട്ടുണ്ട്, അതിൽ മാറ്റം വന്നിട്ടുണ്ട്. CPM-ൽ നിന്നാണ് വിള്ളൽ പറ്റി ഇപ്പോ BJPയിലേക്ക് പോയിട്ടുള്ളത്. നിഷ്പക്ഷ വോട്ടുകളാണ് രാഹുലെ. അതെ, അത് നിഷ്പക്ഷ വോട്ടുകളാണ്. കോൺഗ്രസ് അവിടെ CPM-നല്ലേ അടിപറ്റാൻ പോകുന്നത്. അടിപറ്റണം. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഭരണം തിരിച്ചു വരണം, കോൺഗ്രസിന്റെ ഭരണം തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാതെ ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലെ തലപ്പൊക്കമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ് ഇവരെല്ലാം പേര് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അടൂർ പ്രകാശിന് എന്താ അദ്ദേഹത്തിന് ഇന്നലെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു? അദ്ദേഹം കോന്നിയിൽ മത്സരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഒരു രോമത്തിനെ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതാണ് അടൂർ പ്രകാശിന്റെ ജനകീയത എന്ന് പറയുന്നത്. അതുപോലെ ജനകീയതയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇവരെല്ലാം MP-മാരാണ്. ഇപ്പോ കനകോലുവിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. MP-മാരെ കഷ്ടപ്പെട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ചത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വിജയിപ്പിച്ചത്. അപ്പോ അവരെ വീണ്ടും MLA ആക്കി മത്സരിക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യപ്പെടും. അതൊരു നെഗറ്റീവായിട്ട് വരികയാണ്. അല്ല, അതൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ്. ഞാൻ പറയട്ടെ, AICCക്ക് ഇപ്പം എവിടെയൊക്കെ കോൺഗ്രസിന് ഭരണമുള്ളത്? കർണാടകവും കഴിഞ്ഞാൽ ആകെപ്പാട് ഒരു മൂന്ന് സംസ്ഥാനത്തല്ലേ അവരുള്ളൂ. അപ്പൊ ഈ പറയുന്ന പോലെ കേരളം കിട്ടണ്ടേ? അല്ല, നമ്മൾ മെറിറ്റുകൾ നോക്കണ്ടേ? ഇപ്പോൾ ഒരു സർവേ നടത്തുന്നത് എന്തിനാണ്? ആ സർവേയിൽ കൃത്യമായിട്ട് അവർക്കൊരു അടിസ്ഥാനം കിട്ടും, അല്ലെങ്കിൽ ഒരു എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാന്നുള്ള കൃത്യമായിട്ടുള്ള വിവരണം അവർക്ക് കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കനകോലി റിപ്പോർട്ടിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും കഴിയില്ല. ഞാനൊരു കാര്യം, റിപ്പോർട്ട് ഈ സ്ട്രാറ്റജി എന്ന് രാഹുൽ പറഞ്ഞു. MM ഹസൻ അരുവിക്കരയിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. MM ഹസനെ കുറിച്ച് അറിയാവോ? രാഹുലിന് അറിയാവോ? MM ഹസൻ ഇപ്പോൾ ഏതാണ്ട് 70 വയസ്സിന് മേലുള്ള ഒരാളാണ്. അദ്ദേഹം അത്ര മോശക്കാരനൊന്നുമല്ല. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവർ തന്നെ ആളെ വെച്ച് സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ലിസ്റ്റ് വന്നെന്ന് പറഞ്ഞു. നിങ്ങൾ പറയും നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. രാഹുൽ എന്ന യുവ നേതാവ് എന്ന് വെക്കുക, രാഹുലിന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വെക്കുക, അയ്യപ്പദാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് സ്ഥാനാർത്ഥി ആകണമെന്ന് വെക്കുക. ഈ പണി എങ്ങനെയെന്നറിയോ അയ്യപ്പദാസ് ചെയ്യുന്നത്? രാഹുൽ സ്ഥാനാർത്ഥി ആകാതിരിക്കാൻ രാഹുൽ സ്ഥാനാർത്ഥി ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം അടിക്കുമ്പോഴത്തേക്ക് അയ്യപ്പദാസിന് മത്സരിക്കാൻ പറ്റാതെ പറഞ്ഞതിലുള്ള ഞാൻ ഉദാഹരണം പറയുക, എൻ്റെ ആൾക്കാർ രാഹുൽ ആകാതിരിക്കാനുള്ള ശ്രമം അവിടെ മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. നേരെ തിരിച്ച്
ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു വാർത്ത കൊടുക്കുന്നു, നമ്മളിത് പറഞ്ഞു VM സുധീരൻ ആകണം, അല്ലെങ്കിൽ മുല്ലപ്പള്ളി ആകണം, അല്ലെങ്കിൽ ഇത് അടൂർ പ്രകാശ് ആകണം. ഇത് നമ്മൾ ഈ പറയുന്നതിന്റെ നേരെ വിപരീത വശത്തിന് വേണ്ടിയും വേണമെങ്കിൽ കളിക്കാം, ഇവരാകാതിരിക്കാൻ വേണ്ടി. അവിടെയാണ് ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റിന്റെ കളികൾ വരുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവ് പറയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കളയാൻ പറ്റില്ല. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ 90 വയസ്സായ അദ്ദേഹത്തിനെ കളിയാക്കുന്ന രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം നിസ്സാരക്കാരനല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു വാർത്ത പറയുന്നതിന് പഠിച്ച് എടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. അല്ല, നിസ്സാരക്കാരനല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സൈഡിലൂടെ വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ വളരെയധികം കേസുകളുണ്ട്, അലിഗേഷൻസ് ഉണ്ട്. ഈ SNDP യോഗങ്ങളിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അഴിമതികൾ, അതെല്ലാം ഞാൻ ഈ പിന്നീട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്ന 27% SNDP ഒരിക്കലും ഓട്ടിക്കില്ല. ഞാൻ പറയുന്നത് നിഷ്പക്ഷരായ ആൾക്കാരുടെ കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ നാട്ടിൽ തന്നെ ഈ പറയുന്ന ശാഖയിൽ അംഗത്വം ഇല്ലാത്ത എത്രയോ SNDP കാരുണ്ട്. അവരെല്ലാം വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഒന്നും വോട്ട് ചെയ്തൊന്നുമില്ല. ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തൂ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, വട്ടിയൂർക്കാവില് പ്രശാന്ത് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയുണ്ട്, CPM-ന്റെ ഒരു MLA ഉണ്ട്. അവിടെ നായർ വോട്ടിന്റെ കേന്ദ്രമാണ്. നായർ NSS ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ പ്രശാന്ത് എങ്ങനെയാണ് ജയിക്കുന്നത്? ഈ SNDP കമ്മ്യൂണിറ്റിയുടെ പ്രശാന്ത് എങ്ങനെയാണ് ജയിക്കുന്നത്? വ്യക്തിപ്രഭാവം. രാഹുൽ തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചു പറഞ്ഞു, ഈ ജാതിയല്ല വ്യക്തിപ്രഭാവം എന്ന് രാഹുൽ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ. അതുപോലെ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിത്വമുള്ളവരെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം 50 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ഉള്ളിൽ മാത്രമേ ഇപ്പോൾ അവൻ എൻ്റെ ജാതിയിൽപ്പെട്ടവനാണ്, ഇവൻ എൻ്റെ ജാതിയിൽപ്പെട്ടവനാണ്, ഇവന് മാത്രമേ വോട്ട് കൊടുക്കൂ. അത് 50 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് വരുന്ന യുവതലമുറ അത് നോക്കിയിട്ടല്ല വോട്ട് കൊടുക്കുന്നത്. കൃത്യമായിട്ടും വികസനമുണ്ടോ, കൃത്യമായി ഇന്ന് എല്ലാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണോ, സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണോ, അറിയപ്പെടുന്ന മുഖമാണ്, ഇത് നോക്കി തന്നെയാണ് ഇന്നത്തെ യുവതലമുറ. അവർക്കറിയാം. AICCക്ക് അതൊന്നും അറിയാത്തതൊന്നുമല്ല. AICCക്ക് അതൊന്നും അറിയാത്തതൊന്നുമല്ല. VM സുധീരൻ എങ്ങനെയാണ് KPCC പ്രസിഡന്റ് ആയത്? അത് AICCക്ക് അറിയാത്തോണ്ടാ. സുധാകരനെ അവർ KPCC പ്രസിഡന്റ് ആക്കിയെന്താ? അതൊന്നും അറിയാത്തോണ്ടാ. സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കിയത് അറിയാത്തോണ്ടാ. KPCC പ്രസിഡന്റായിട്ട് സണ്ണി ജോസഫിനെ വെച്ചതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആന്റോ ആന്റണിയെ ആക്കാതെ ആന്റോ ആന്റണി ഡൽഹിയിൽ പാർട്ടി നടത്തി, അത് നിങ്ങൾക്കറിയോ? സണ്ണി ജോസഫിനെ അവർ KPCC പ്രസിഡന്റ് ആക്കി. എന്തിനാ KPCC പ്രസിഡന്റ് ആക്കിയത്? അദ്ദേഹമാണ് പള്ളിക്കാരുടെ കേസെല്ലാം വാദിക്കുന്ന ആള്. അപ്പൊ അവർക്ക് പള്ളിക്കാർക്കായിട്ട് ഒരു സണ്ണി ജോസഫ് ഉണ്ട്, NSS പെരുന്നയിൽ അദ്ദേഹത്തിനായിട്ട് ഒരു രമേശ് ചെന്നിത്തലയുണ്ട്, അല്ലെങ്കിൽ പോയിട്ട് ഒരു സതീശനുണ്ട്. അപ്പൊ എന്തുകൊണ്ട് 29% വോട്ടുള്ള SNDP കമ്മ്യൂണിറ്റിക്ക് ആരും ഇല്ലെന്ന് ചോദിച്ചു പോകുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു ബാബുവിന് വയ്യാതായി കഴിഞ്ഞാൽ വേറെ ആരും ഇവിടെ സ്ഥാനാർത്ഥിയാവാനില്ലേ? VM സുധീരന് എന്താ കുറവ്? അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് ഇതാണ് ഉള്ളത്? എന്താ ആരോഗ്യ പ്രശ്നം? അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല. നിങ്ങൾ ചിലപ്പോൾ മുഖ്യമന്ത്രി ആയിക്കോ, നിങ്ങളുടെ രമേശ് മുഖ്യമന്ത്രി ആയിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ സതീശൻ മുഖ്യമന്ത്രി ആയിക്കോ, അടൂർ പ്രകാശിന് നിങ്ങൾ ഒരു റവന്യൂയോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും കൊടുത്താൽ മതി. അദ്ദേഹം നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഒരു കുഴപ്പമില്ല. KC വേണുഗോപാൽ ആകട്ടെ, നിങ്ങൾ SNDP കമ്മ്യൂണിറ്റിയെ അങ്ങനെ താഴെ എത്രത്തോളം കോൺഗ്രസ് സമുദായം കോൺഗ്രസ് ഈ സമുദായത്തെ എത്ര കണ്ട് പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തുന്നോ, ഒരിക്കലും ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അവിടെയാണ് രാഹുൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുന്നത്. CPM ഒരിക്കലും ജാതി നോക്കി അല്ല അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകുന്ന TP രാമകൃഷ്ണൻ SNDP സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, മുല്ലക്കര രത്നാകരൻ എന്ന് പറഞ്ഞ് CPIയുടെ നേതാവുണ്ട്, അറിയാലോ. അദ്ദേഹം ഇവിടെ കൊട്ടാരക്കരയോ പത്തനാപുരത്തോ എന്നൊക്കെ ജയിക്കുന്നതാണ്. അദ്ദേഹം അതായത് CPIയിലും CPM-ലും ഇങ്ങനെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. കണ്ണൂരുള്ള ശൈലജ ടീച്ചറും EP ജയരാജനും അങ്ങനെയുള്ള കുറച്ച് നമ്പ്യാരുമാരും ഒഴികെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ, എനിക്ക് അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നമ്മളിത് പറയുന്നത് തന്നെ തെറ്റാണ്. നമ്മൾ ഈ പറയുന്ന ജാതി മതം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ തെറ്റാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു പോയിന്റ്. ആ ഒരു പോയിന്റ് രാഹുൽ പറയുന്നത് 51 വയസ്സ് അല്ലെങ്കിൽ 50 കഴിഞ്ഞവർക്കേ ജാതി ഉള്ളൂ എന്നുള്ളത്. രാഹുലെ അനുഭവ പരിചയത്തിന് ഒരു മെരിറ്റ് ഉണ്ട്, ഒരു അനുഭവത്തിന് ഒരു മെരിറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങളെപ്പോലത്തെ 28 വയസ്സുകാരനോ 30 വയസ്സുകാരനെയോ എങ്ങനെ തന്നിലേക്ക് ആകർഷിക്കാമെന്ന് 50 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ ഹസൻ അറിയാം, അല്ലെങ്കിൽ VM സുധീരനെ അറിയാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മെരിറ്റ് VM സുധീരനിൽ ഉണ്ടാകും. അത് നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കണമെങ്കിൽ അത് അദ്ദേഹം അറിയിക്കും. അവിടെയാണ് VM സുധീരന്റെ കഴിവെന്ന് പറയുന്നത്. VM സുധീരനെ കുറിച്ച് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാൻ ഇവരെ ആരെയും വില കുറിച്ച് കാണാനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ജാതി ചിന്തകൾ ഉണ്ടാകണം അങ്ങനെയൊന്നും എനിക്കില്ല.
ഞാൻ അങ്ങനെ ജാതിക്ക് അതീതനായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിലേക്ക് വരണം എന്നവർ കരുതുന്നു എന്നുണ്ടെങ്കിൽ AICC ഇത്തരത്തിൽ ആളറിഞ്ഞ് അറിഞ്ഞ് വിളമ്പായിരിക്കുന്നവർ അങ്ങനെ വിളമ്പില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സണ്ണി ജോസഫിനാവണം, സണ്ണി ജോസഫായി. ഇപ്പൊ ഞാൻ പറയട്ടെ, VD സതീശൻ ഒരു 10 പേരെ സ്ഥാനാർത്ഥിയാക്കണം. അത് കഴിഞ്ഞ് ഇപ്പൊ പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു 10 പേരെ സ്ഥാനാർത്ഥിയാക്കണം. അത് കഴിഞ്ഞ് ഇവർക്കെല്ലാം KC വേണുഗോപാലിന് ഒരു 10 പേരെ സ്ഥാനാർത്ഥിയാക്കണം. അപ്പൊ അങ്ങനെ ഒരു 10 പേരെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് സമവാക്യമാണുള്ളത്? പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൈകാലിട്ടടിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആര് വേണോ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കിക്കോ, താക്കോൽ സ്ഥാനം വേണമെന്ന് സുകുമാരൻ നായർ പറഞ്ഞെങ്കിൽ കൊടുത്തോളൂ. ഇത്രയും ഇതിൽ പറയാനുള്ളൂ. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അദ്ദേഹം ആ വരികൾക്കിടയിൽ ഒളിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടി, ഇപ്പൊ തൃപ്പൂണിത്തുറ ബാബു കഴിഞ്ഞ് ഇവിടെ വേറെ ആരും ഇല്ല. അതൊരു ഭയങ്കരമായൊരു വിഷയമാണ്. ഇപ്പൊ SNDP സമുദായം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലേ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. നിശബ്ദരായിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും, എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും. നമ്മൾ ആ രാഷ്ട്രീയത്തിലേ നമ്മൾ ചിലപ്പോൾ വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ അതിലൊന്നും പെടാത്ത ഒരു കൂട്ടമാണ് ഇവിടെ വിജയികളെ നിശ്ചയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ശുഭപ്രതീക്ഷയുണ്ട് ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത്. ഏതായാലും ഇതിൽ ഒരാളെയെങ്കിലും ഇത്തരത്തിലൊരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ നിർത്തുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്ന കാര്യം ചിന്തിച്ചാണ് അവർ ഓരോ സ്റ്റെപ്പ് എടുക്കുന്നത് എന്ന് നമുക്ക് കരുതാം.